ധ്യാനൊക്കെ അപ്പൊ തന്നെ, പക്ഷെ വിളിച്ചൊന്നും പറയാറില്ല. ഇന്റർവ്യൂലുള്ള ധ്യാനല്ല ജീവിതത്തിലുള്ള ധ്യാനം. ഇന്റർവ്യൂവിൽ അയാൾ കുറച്ചും കൂടി എന്റർടൈനർ ആവുന്നതാ. അതെ അതെ. പ്രേക്ഷകർക്ക് ഇഷ്ടമായതുകൊണ്ട് പുള്ളി കുറച്ചൊന്ന് മണ്ടം കളിച്ചു കൊടുക്കുന്നതാണ്. അയാൾ വളരെ ബുദ്ധിയുള്ളൊരു വെരി പ്രാക്ടിക്കൽ വ്യക്തിയാണ്. അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇന്റർവ്യൂല് പറഞ്ഞ. അല്ലാതെ ഞാൻ പറയുന്നത് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നൊരു വളരെ സാധാരണക്കാരനാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഒരു കാര്യം അവനിൽ എനിക്ക് തോന്നിയിട്ടുള്ള, അയാളും ഭയങ്കര വണ്ടി ഇഷ്ടമാണ് എന്നല്ലാതെ അയാളല്ലാതെ മറ്റിലൊന്നും കോൺഷ്യസ് അല്ല. അയാളുടെ കംഫർട്ടായ പുള്ളി നോക്കാറുള്ളൂ. മുണ്ടൊക്കെ കൊടുത്തോണ്ട് മുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആയതുകൊണ്ട്. അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആകാൻ കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് പാൻറ് അല്ലെങ്കിൽ എല്ലാ ആഴ്ച മാറ്റേണ്ടി വരും. ധ്യാൻ ഇത് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ടാണ് പുള്ളി മുണ്ട്. കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കറുത്ത മുണ്ട് എന്നെ നിർത്തോണ്ട് പോയത്. ഞാൻ കറുത്ത മുണ്ട് എടുത്തു. കാര്യം അത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം തോറുമ്പോൾ അതനുസരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആയി മാറുമല്ലോ മുണ്ട്. പാൻറ് അങ്ങനെ അഡ്ജസ്റ്റ് ആയി കിട്ടില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന സമയത്തോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഫ്രിക്ഷൻ വരില്ലേ? നമ്മൾ ഒരേ അങ്ങനെയല്ല. ഇല്ല ഈ ഒന്നും അതിന് പെർമിഷൻ നമ്മൾ മനസ്സുകൊണ്ട് കൊടുത്തവരവരൊക്കെ അതുണ്ടല്ലോ. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രദർലി ഫ്രണ്ട്ലി അഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഉണ്ട് എനിക്ക്. അപ്പം അങ്ങനെയുള്ള കുറക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എഗെയിൻ, അല്ലാതെ എൻ്റെ ജോലിക്കാര്യം പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം മറ്റുള്ളവർ പോലെ പറഞ്ഞ് കേൾക്കില്ലല്ലോ, ഒരിക്കലും കേൾക്കില്ല. എന്നോട് കൺസേൺ എനിക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഏരിയ ഉള്ള എൻ്റെ പേഴ്സണൽ സൈഡ്. എൻ്റെ സിനിമ അവർ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട്, അവരുടെ ഹാർഡ് ഏൺ മണി അവർ എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മര്യാദയാണ് ആ വാല്യൂ കൊടുക്കൽ അവരുടെ വാക്കുകൾക്ക്. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ആരുടെയും കേൾക്കാറില്ല, അത് ബോധേഡ് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് പെർമിഷൻ കൊടുത്തവരാ, അല്ലെങ്കിൽ ഞാൻ സത്യവും പറയുന്ന ആളല്ല. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കള്ള പറയുള്ളൂ. കാര്യം അയാൾ എന്റെ സത്യം അറിയാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അർഹിക്കണം ആദ്യം. അത് ഡിസർവ് ചെയ്യണമല്ലോ, എന്നാലും ഞാൻ സത്യം പറയുള്ളൂ. മറ്റേ എല്ലാവരോടും സത്യം പറയണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പിള്ളേരോടും നാച്ചുറലി അത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടില്ല, വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കാത്ത എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എന്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സത്യം പറയാവുള്ളൂ. എന്തിനാണ്? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 100 രൂപ ഉണ്ടെന്ന് പറയണം. ചിലപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഒന്നുമില്ല എന്ന് പറയണം. അത് നമ്മുടെ സന്തോഷമല്ലേ. പിന്നെ ഞാൻ അതേപോലെ എനിക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ, വളരെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാനിപ്പോൾ ഒരാളെ പറ്റിക്കാൻ തീരുമാനിച്ചു പോയി ഏറ്റവും നന്നായിട്ട് പെരുമാറിയ അതായിട്ട് അവനെ ചതിച്ച അത് എന്തൊരു വൈരുദ്ധ്യമാണ്, ഭയങ്കര വൈരുദ്ധ്യം. അതെ. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ അയാൾ സംസാരിക്കുന്ന മോഡുലേഷനൊപ്പം കേൾക്കാൻ ശ്രമിക്കും. അയാൾ പ്രത്യേക ഒരു മോഡുലേഷനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അജുവിനെ? വിനീതിലോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു മാനേജറായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് മഹേഷ് എന്നൊരു വ്യക്തി, മഹേഷ് ബാലകൃഷ്ണൻ, അദ്ദേഹം സദർലാൻഡിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മാനേജറായിരുന്നു HR-ൽ. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്കൂൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നേരെ സ്കൂളിലോട്ട് വരും. സ്കൂളിലെ എനിക്ക് കിട്ടി, നാച്ചുറലി എല്ലാവർക്കും കിട്ടും, ചിലർക്ക് കിട്ടിയിട്ടില്ല റൈറ്റ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പം പലരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് എൻ്റെ വില മനസ്സിലായത്. എനിക്ക് അത് ജോലിക്ക് പോയപ്പോഴും മഹേഷ് ബാലകൃഷ്ണനെ കിട്ടുകയും വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ജോലിക്കാരനാക്കാൻ എനേബിൾ ചെയ്തത് മഹേഷാണ്. അപ്പോൾ മഹേഷിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ സിനിമയിൽ വന്നപ്പോൾ വിനീത് എന്ന് പറഞ്ഞ മെൻറ്ററിനെ കിട്ടിയത് എഗെയിൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ രീതിക്ക് ഈ ശീലിച്ച പ്രൊഫഷണൽ കാര്യങ്ങൾ സിനിമയിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച വിനീത്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. സിനിമയായിരുന്നല്ലോ നമ്മുടെ എപ്പോഴത്തെയും കൊതി. അപ്പോൾ അയാൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ് എൻ്റെ ലൈഫിൽ. ഒറ്റ വരിക്ക് പറഞ്ഞാൽ നമ്മളെ ടാക്സ് അടയ്ക്കാൻ കാരണക്കാരനായ വ്യക്തി. അത് ചെറിയ കാര്യമല്ലല്ലോ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ഫാമിലി, ഒരു കുട്ടികൾ ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമായ അയാളാണ്. വേറെ വ്യക്തികൾ നമുക്ക് സിനിമ വരാൻ കാരണമായത് പുള്ളി കാരണമാണ്. പിന്നെ പുള്ളി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്,
ഇവിടെ നമ്മൾ സിനിമ ചെയ്തു എന്നോട് പറഞ്ഞിരുന്ന എല്ലായിടത്തും പോയി സിനിമ ചെയ്യണമെന്ന്. ഉം. അതാണ് ഒരു ആൾ പറയേണ്ടത്. അയാൾ തന്നെ എക്യുപ്ഡ് ആവണമല്ലോ. എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കാതെ എന്നെ അങ്ങനെ കൊണ്ട് നടത്തിയിട്ടില്ല. ഉം. അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ലാത്തത് വിനീതാണ്. എനിക്ക് അത്രയും കൺഫ്യൂഷനൊക്കെ അങ്ങനെ അധികം വന്നിട്ടുമില്ല. ഉം. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന പിന്നെയും എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ആയിരിക്കും പിന്നെയും, അല്ലാതെ അങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ധ്യാനിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ ധ്യാൻ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ടോപ്പിക്കാണ്. ഇതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂവിൽ വരുന്നതിന് മുന്നേ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ഇന്റർവ്യൂ ധ്യാനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തിയതല്ല JB ജംഗ്ഷനിൽ. അതിൽ ഞാനാ സംസാരിക്കുന്നത്, ധ്യാൻ മിണ്ടുന്നില്ല. വല്ലപ്പോഴും ഒരു പഞ്ച് ലൈൻ അടിച്ചിട്ട് പോകും ഇയാൾ, പക്ഷെ ജീവിതത്തിൽ മിണ്ടും. ആ തമാശകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അന്നോട്ടേ പരിചയപ്പെട്ട കാലം തൊട്ട്. പക്ഷെ പിന്നെ ഒരു ദിവസം ഇയാൾക്ക് എന്തോ ബോധോദയം വന്ന് ഇയാൾ പിന്നെ ഇത് പുറത്തും പറയാൻ തുടങ്ങിയല്ലോ. സോ ഞാൻ വിനീതിനെ കാണുന്നത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻറ്റർ. അത് കഴിഞ്ഞിട്ട് അഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ആ സ്പേസിൽ ഡെഫിനറ്റ്ലി എൻ്റെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഈഗോ മാറ്റി തന്ന പിള്ളേർ അവിടുന്ന് എന്നെ ഒന്ന് റിഫൈൻ ചെയ്ത് ചെയ്യിപ്പിച്ച് വിശ്വാസം നേടിയെടുത്ത്. അന്ന് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ പുള്ളി. ഈ അടുത്ത അഹമ്മദ് പറഞ്ഞു, KCF 2 ഞാൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. ഈ അടുത്ത് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ പറഞ്ഞു, ഈ പിള്ളേർ കാരണമാണ് നിനക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാര്യം നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാനില്ല, അതിന് കാരണക്കാർ ഇവരായി. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പം അഹമ്മദിന് ഭയങ്കര സന്തോഷമായി. അതിന് വന്ന റിവ്യൂസും നമ്മുടെ എല്ലാ റിവ്യൂവേഴ്സ് ഇൻക്ലൂഡിങ് ഇപ്പോൾ കോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും പേരുകളായിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല, പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്. അവർ മോശം പറഞ്ഞപ്പോഴും ഞാൻ അതേപോലെ എനിക്ക് പ്ലസ് എന്ന് തോന്നിയതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോഴും കുടുംബത്തിലെ അജു എന്താണെന്ന് എനിക്കറിയില്ല. മൊത്തം 4 മക്കളാണ് ഉള്ളത്. അവരുടെ ഡീറ്റെയിൽസും അജുവിൻ്റെ ഒരു പെരുമാറ്റവും ഇല്ലെങ്കിൽ അജുവിനോടുള്ള അവരുടെ തിരിച്ചുള്ളൊരു റിയാക്ഷനും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറയും. അവിടെ ഞാൻ പണ്ട് വളരെ സീരിയസ് ആയിരുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത്ര സീരിയസ് ആവാതിരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളുടെ പ്രായം കൂടെ പറയും. ഇപ്പം അവർ 10 and 8 ആയി. മൂത്തവർ 10ഉം രണ്ടാമത്തെ 8ഉം. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വസന്തമാണെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് വന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ ഇവർക്കറിയാം എന്നെക്കാളും എന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ വന്നു തുടങ്ങി. അപ്പം നമ്മൾ അതിൽ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, സ്പേസ് കൊടുക്കുക, പിന്നെ കളിയാക്കുക അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. അവരെ വളരെ ഈസി ആയിട്ട് വളർത്തില്ല ഞാൻ പറയുന്നത്. അവരെ കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തില്ല, അതും ഞാൻ ചെയ്തിട്ടില്ല. അതിന് അവർക്ക് തിരിച്ച് ഫ്രണ്ട്ലിയാണ് കുറച്ചുകൂടി. അജുവിനെ തിരിച്ച് ട്രോളാൻ പറ്റും. പിന്നെന്താ, അത് ഇപ്പോഴേ ഞാൻ ഒരുത്തിനെ ധ്യാൻ്റെ സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവൻ എങ്ങനെയെങ്കിലും ഞാൻ അവനെ ഇൻ്റർവ്യൂവിൽ നിന്ന് കൊണ്ടിരുത്താതിരിക്കും നോക്കും.